ദിവസം മദ്യപിച്ച് ലക്കുകെട്ട് കേരള എക്സ്പ്രസിന്റെ ജനറൽ കമ്പാർട്ട്മെന്റിൽ കയറിയ പ്രതി സുരേഷ് കുമാർ യാതൊരു പ്രകോപനവുമില്ലാതെയാണ് ട്രെയിനിൽ സഞ്ചരിക്കുകയായിരുന്ന 19 വയസ്സുകാരി ശ്രീകുട്ടി ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് ചവിട്ടിയിട്ടത്. കൂടെയുണ്ടായിരുന്ന പെൺകുട്ടി രക്ഷപ്പെട്ടത് സഹയാത്രികന്റെ കരുണ കൊണ്ടാണ്. ഇന്നും ആ പെൺകുട്ടി ജീവൻ നിലനിർത്തുന്നത് വെന്റിലേറ്ററിന്റെ സഹായത്തോടുകൂടി. യാതൊരുവിധ ഭാവവ്യത്യാസവും ഇല്ലാതെയാണ് പ്രതി സുരേഷ് കുമാർ ഇന്ന് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഈ ദൃശ്യങ്ങൾ പുനരാവിഷ്കരിച്ചത്. ഇന്നലെ കോട്ടയം റെയിൽവേ സ്റ്റേഷനിലെത്തിച്ചും തെളിവെടുപ്പ് നടത്തിയിരുന്നു. ട്രെയിനിൽ കയറുന്നതിന് മുമ്പ് സംഭവ ദിവസം ഇയാൾ മദ്യപിക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങളും നേരത്തെ പുറത്തു വന്നിരുന്നു. ആക്രമണത്തിൽ പരിക്കേറ്റ ശ്രീകുട്ടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. ഇതിനിടെ ശ്രീകുട്ടിയുടെ സുഹൃത്തിനെ രക്ഷിക്കുകയും പ്രതി സുരേഷിനെ കീഴടക്കുകയും ചെയ്ത ചുവന്ന ഷർട്ടിട്ടയാളെ പോലീസ് കണ്ടെത്തി. ബീഹാർ സ്വദേശിയായ ഇയാളെ മുഖ്യ സാക്ഷിയാക്കും. ഇയാളുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. CCTV വഴിയാണ് ഇയാളെ തിരിച്ചറിഞ്ഞത്. ചുവന്ന ഷർട്ടുധാരിയാണ് രക്ഷപ്പെടുത്തിയതെന്ന് തുടക്കത്തിൽ തന്നെ അന്വേഷണ സംഘം തിരിച്ചറിഞ്ഞിരുന്നു. അന്നു മുതൽ അന്വേഷണ സംഘം ഇയാൾക്കായി അന്വേഷണം ഊർജിതമാക്കിയിരുന്നു. തിരുവനന്തപുരത്തേക്ക് വരുന്ന കേരള എക്സ്പ്രസ്. ആലുവയിൽ നിന്ന് 19 വയസ്സുകാരി സോനുവും സുഹൃത്ത് അർച്ചനയും ട്രെയിനിൽ യാത്ര ചെയ്യുന്നു. സമയം രാത്രി 8:30 കഴിഞ്ഞു. വർക്കലയ്ക്കും കടക്കാവൂരിനുമിടയിൽ അയന്തിപ്പാലത്തിന് സമീപത്ത് ട്രെയിനെത്തി. ജനറൽ കമ്പാർട്ട്മെന്റിലെ ശൗചാലയത്തിൽ പോയി മടങ്ങിയ സോനുവിനെ അപരിചിതനായ ഒരാൾ നടുവിന് ചവിട്ടി പുറത്തേക്ക് തള്ളിയിട്ടു. സോനുവിനെ ചവിട്ടി തള്ളിയിട്ടതുകണ്ട് അർച്ചന നിലവിളിച്ചു. പകച്ചുനിന്ന അർച്ചനയെയും അയാൾ ചവിട്ടി പുറത്തേക്കിടാൻ ശ്രമിച്ചു. തലനാരിഴയ്ക്കാണ് ട്രെയിനിൽ നിന്നും തെറിച്ചു വീഴാതെ അർച്ചന രക്ഷപ്പെട്ടത്. കമ്പിയിൽ പിടിച്ച് തൂങ്ങിക്കിടന്ന് അർച്ചനയുടെ നിലവിളി കേട്ട് മറ്റ് യാത്രക്കാർ ഓടിയെത്തി. അറിയത്തില്ല. ഞങ്ങൾ കയറിയത് ആലുവയെന്നാ. അയാൾ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. അത് മാത്രമേ ഞങ്ങൾക്ക് അറിയത്തില്ല. വേറൊന്നും അറിയത്തില്ല. അവള് വാഷ്റൂമിൽ പോയിട്ട് ഇറങ്ങി പുറത്ത് നിൽക്കുമായിരുന്നു. നിന്നിട്ട് പുറത്തോട്ട് നോക്കി നിൽക്കുമായിരുന്നു. അപ്പം ഞാനും പുറത്ത് ഇറങ്ങി വന്ന ടൈമിൽ ഈ പുള്ളി അങ്ങ് ചവിട്ടി അങ്ങ് തള്ളിയിട്ട് അവള് നടുവിന് ചവിട്ടി അങ്ങ് തള്ളിയിട്ട്. മദ്യപിച്ച് ട്രെയിനിൽ കയറിയ സുരേഷ് കുമാർ ശ്രീകുട്ടിയെ ആക്രമിച്ച് പുറത്തേക്ക് ചവിട്ടി തെറിപ്പിക്കുകയായിരുന്നു. അതീവ ഗുരുതരാവസ്ഥയിൽ പെൺകുട്ടിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന കേരള എക്സ്പ്രസിലാണ് സംഭവം നടന്നത്. സംഭവത്തിൽ പാറശാല പനച്ചമൂട് സ്വദേശി സുരേഷ് കുമാറിനെയാണ് അന്ന് പിടികൂടിയത്. എനിക്കറിയില്ല ആരാണെന്ന്. താങ്കൾ മദ്യപിച്ചിട്ടുണ്ടോ? എവിടെ ചവിട്ടി ആരെന്നറിയാമോ? അതൊരു ബംഗാളിയാണ്. ഞാൻ കണ്ടോണ്ടിരിക്കുന്നു. ഒരു ബന്ധമില്ല. ഒരു പെൺകുട്ടിയെ പുറത്തേക്ക് ചവിട്ടിയിടുന്നാണല്ലോ പറയുന്നത്. അയ്യോ, അവർക്ക് ഭ്രാന്താണ് ആ കൊച്ചിന്. താങ്കൾ ചവിട്ടിയിട്ടു എന്ന് കണ്ടു നിന്ന ആളുകൾ കൂടി പറയുന്നുണ്ട്. ഞാൻ തള്ളിയിടുമോ? ട്രെയിൻ വർക്കല സ്റ്റേഷനിലെത്തിയപ്പോൾ സുരേഷ് കുമാർ ജനറൽ കമ്പാർട്ട്മെന്റിൽ കയറി. സുരേഷ് കുമാർ മദ്യലഹരിയിൽ പെരുമാറിയത് ശ്രീകുട്ടിയും കരമന സ്വദേശിനി അർച്ചനയും ചോദ്യം ചെയ്തു. ഇവർ തമ്മിൽ വാക്കുതർക്കമുണ്ടായി. ഇതിനിടെ ട്രെയിൻ വർക്കലയ്ക്കും കടക്കാവൂരിനുമിടയിൽ അയന്തിപ്പാലത്തിന് സമീപത്തെത്തിയപ്പോൾ പ്രകോപിതനായ സുരേഷ് കുമാർ ശ്രീകുട്ടിയെ പുറത്തേക്ക് ചവിട്ടി തെറിപ്പിച്ചു. എന്നോട് പറഞ്ഞത് 20 മുറിവ് കൊച്ചിന് ദേഹത്തുണ്ട്. മെയിനായിട്ട് നെറ്റിയുടെ അവിടെ ബാക്കിലും ഉള്ളതാണ് മെയിനായിട്ട് അവർക്ക് ഉള്ളതെന്ന് പറഞ്ഞത്. ആ മൊത്തത്തിൽ മുറിവാണ്. എനിക്ക് എന്റെ കൊച്ചിനെ ജീവനോടെ വേണം. അതിന് എന്ത് അവർ ചെയ്തിട്ടാണ് എനിക്ക് എന്റെ കൊച്ചിനെ ജീവനോടെ വേണം. തടയാൻ ശ്രമിച്ച അർച്ചനയും ഇയാൾ ചവിട്ടി വീഴ്ത്തിയെങ്കിലും ചവിട്ടുപടിയിൽ പിടിച്ചു കിടന്നു. ഒപ്പമുണ്ടായിരുന്ന യാത്രക്കാരനാണ് അർച്ചനയെ രക്ഷിച്ചത്. യാത്രക്കാർ അറിയിച്ചതനുസരിച്ച് ട്രാക്കിന് പുറത്തേക്ക് വീണ പെൺകുട്ടിയെ റെയിൽവേ പോലീസ് എത്തി തിരുവനന്തപുരം കൊല്ലം മെമു ട്രെയിനിൽ വർക്കലയിൽ എത്തിച്ച ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തുടർന്നാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. പരക്കള റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവന്നു. അവിടെ നിന്നാണ് ഞാൻ മിഷൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു. അവിടെ നിന്നാണ് ഇൻക്യുബേറ്ററിലെല്ലാം ചെയ്ത് വെന്റിലേറ്ററാക്കി ഇവിടെ കൊണ്ടുവന്നു. അബോധാവസ്ഥയിൽ. ശ്രീകുട്ടിയുടെ ആരോഗ്യനില ഇപ്പോഴും മാറ്റമില്ലാതെ തുടരുകയാണ്. വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ഇപ്പോഴും ജീവൻ നിലനിർത്തുന്നത്. ജിബിൻ JB, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.